രാവിലെ തന്നെ നോറയും ജാൻമണിയും തമ്മിൽ ഉഗ്രം വഴക്ക് നടന്നിരുന്നു. ജാൻമണി നോറയെ അടിക്കാൻ ഓങ്ങുകയും ചെയ്തു. പക്ഷെ അടിച്ചില്ല. ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ജാൻമണിക്ക്. ജാൻമണിയുടെ അടുത്ത് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വാണിംഗ് ഉണ്ടാവില്ല, നടപടി എടുക്കുമെന്ന് ബിഗ് ബോസ് തന്നെ അവിടെ വാൺ ചെയ്തു. അതിനുശേഷം ജാൻമണി അവിടെ സിഗരറ്റ് റൂമിൽ പോകുന്നുണ്ട്. പോയ സമയത്ത് അൻസിബയും ഋഷിയും ജാൻമണിയെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജാൻമണി ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നിങ്ങൾ അടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, കൈയോങ്ങി എന്നുള്ളത് വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഈ വീട്ടിൽ എന്നുള്ളത് അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജാൻമണി അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അർജുനൻ ഞാൻ കൊടുക്കും, നോറയ്ക്ക് ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് അർജുൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് നോറയെ സപ്പോർട്ട് ചെയ്തു അർജുൻ. അവിടെ ആരാണ് അടിക്കുന്നത്, കൈ ഓങ്ങുന്നത് കണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അവിടെ അർജുൻ പറഞ്ഞിരുന്നു ഞാൻ കണ്ടു കൈ ഓങ്ങണത് എന്ന്. അതിനുള്ള കലിപ്പാണ് അവിടെ ജാൻമണി തീർക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഉപദേശിക്കുകയാണ് ജാൻമണിയുടെ അടുത്ത്. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ഞാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കെടുക്കുന്ന രീതിയിൽ ഞാൻ അടിക്കുള്ളൂ, അല്ലാതെ ഞാൻ വെറുതെ അടിക്കില്ല. പിന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് ജാൻമണി അവിടെ പറയുന്നത്. ആ സമയത്ത് അവിടേക്ക് ജിൻഡോ കയറി വരുന്നുണ്ട്. ജിൻഡോയും നോറയും തമ്മിലൊന്ന് ഉടക്കിയിട്ടാണ് അവിടേക്ക് വരുന്നത്. നോറ ക്ലീൻ ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞ സമയത്ത് ജിൻഡോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിൻഡോന്റെ റൂമിലുള്ളവർ തന്നെ പറഞ്ഞു അവിടെ ജിൻഡോ വന്നാൽ മാത്രമേ ഞങ്ങൾ അവിടെ ക്ലീൻ ചെയ്യാൻ വരുള്ളൂ എന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നോറ വന്ന് അവിടെ ജിൻഡോന്റെ അടുത്ത് വരാൻ പറയുന്നുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ജിൻഡോ അവിടെ സിഗരറ്റ് റൂമിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ നോറയ്ക്കിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജിൻഡോ കയറി വരുന്നത്. എന്നിട്ട് ജാൻമണിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ കയ്യോങ്ങിയത് എന്തിനാണ്, വെറുതെ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവളെ പോലെയുള്ളവരെ അടിക്കുന്നതും കക്കൂസും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവളെ പോലെയുള്ള കക്കൂസുകളൊന്നും അടിച്ചിട്ട് പുറത്തു പോകേണ്ട ആൾക്കാരല്ല നമ്മൾ എന്നാണ് ജിൻഡോ അവിടെ പറയുന്നത്. വളരെ മോശം പരാമർശമാണ് ജിൻഡോ അവിടെ നടത്തിയതെന്ന് എനിക്ക് തോന്നി. ജാൻമണിയും ജിൻഡോയും ആണെങ്കിലും ഇക്കാര്യത്തിൽ വളരെ അവിടെ പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ. അവൾ എന്നെ പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ അടിക്കാൻ കയ്യോങ്ങിയത് എന്നാണ് അവിടെ പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിൻഡോയും സംസാരിക്കുന്നുണ്ട്. അവൾ പ്രൊവോക്ക് ചെയ്തിട്ടല്ല അടിക്കാൻ കയ്യോങ്ങിയത്, കുഴപ്പമില്ല എന്നാണ് അവിടെ ജിൻഡോയും പറയുന്നത്. പിന്നെ ഒരാളെ കക്കൂസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശമായ പരാമർശവും, അതുപോലെ തന്നെ ജാൻമണി പറയുന്നത് ഞാൻ അടിച്ചു കഴിഞ്ഞ് പിന്നെ അവള് ബാക്കി ഉണ്ടാവില്ല, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നൊരു വർത്താനവും. ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശം പ്രസ്താവനയാണ് ഇക്കാര്യത്തിൽ ജിൻഡോ ആണെങ്കിലും ജാൻമണി ആണെങ്കിലും അവിടെ നടത്തിയിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും.